നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രോഗം ശക്തമായി. രോഗം മൂർച്ഛിച്ച സമയത്ത് പ്രവാചകൻ അന്നത്തെ ദിവസം 4 നേരം മാത്രമാണ് ഇമാമായി കൊണ്ട് മുസ്ലിമീങ്ങൾക്ക് വേണ്ടി നമസ്കരിച്ചത്. ഇശാഇന്റെ സമയമായപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബോധം നഷ്ടപ്പെട്ടു പ്രവാചകന്റെ. അങ്ങനെ ബോധം നഷ്ടപ്പെട്ടതിന് ശേഷം ബോധം തിരിച്ചു വന്നപ്പോ പ്രവാചകൻ ആദ്യം ചോദിച്ച ചോദ്യം അസല്ലന്നാസ്, ജനങ്ങൾ നമസ്കരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. കാരണം നമസ്കാരത്തിന് തൊട്ടു മുമ്പാണ് പ്രവാചകന്റെ ബോധം നഷ്ടപ്പെട്ടത്. അങ്ങനെ ജനങ്ങൾ നമസ്കരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് മറുപടി ലഭിച്ചപ്പോ പ്രവാചകൻ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ വെള്ളം കൊണ്ടുവന്ന് ഉദൂ ചെയ്യാൻ വേണ്ടി വിചാരിച്ചപ്പോ വീണ്ടും പള്ളിയിലേക്ക് നമസ്കരിക്കാൻ പോയപ്പോൾ വീണ്ടും പ്രവാചകന്റെ ബോധം നഷ്ടപ്പെട്ടു രണ്ടാമത്. ഇങ്ങനെ 3 തവണ ആവർത്തിച്ചു എന്നാണ് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ ദിവസവും കഴിഞ്ഞുപോയി. അങ്ങനെ വ്യാഴാഴ്ച ദിവസം കഴിഞ്ഞു. ശനിയാഴ്ചയായപ്പോ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രോഗം മാറി എന്നുള്ളതാണ്. അങ്ങനെ അന്നത്തെ ളുഹറിന്റെ സമയത്ത് ഒരു ചെറിയ ആശ്വാസം പ്രവാചകന് ലഭിച്ചപ്പോ മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനെ വിളിപ്പിച്ചു, മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ വിളിപ്പിച്ചു. എന്നിട്ട് രണ്ടാളുടെയും തോളത്ത് കൈയിട്ട് പ്രവാചകൻ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ പോയി. അങ്ങനെ പ്രവാചകൻ പള്ളിയിലേക്ക് വരുന്നതിനു മുമ്പ് ളുഹർ നമസ്കരിക്കാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു മെഹ്റാബിൽ നിൽക്കുകയായിരുന്നു, ഇമാമ് നിൽക്കാൻ വേണ്ടി. പ്രവാചകൻ വരുന്നത് കണ്ട് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു പിന്നോട്ട് നിന്നു. പക്ഷെ പ്രവാചകൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു, നിങ്ങൾ തന്നെ ഇമാമ് നിന്നാൽ മതി എന്ന അർത്ഥത്തിൽ. അത് പ്രവാചകന്റെ ഒരു സൂചനയായിരുന്നു. പ്രവാചകന് ശേഷം ഈ ഉമ്മത്തിന്റെ നേതൃത്വം ആർക്ക് നൽകണമെന്നതിനുള്ള ഒരു സൂചനയായിരുന്നു. അതിനു മുമ്പ് ഉമർ റളിയല്ലാഹു അൻഹു ഇമാമ് നിന്നപ്പോഴൊക്കെ പ്രവാചകനെ തൃപ്തിപ്പെട്ടിരുന്നില്ല. വീണ്ടും അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്നിട്ടാണ് ഇമാമ് നിന്നത്. അപ്പൊ ഈ ഉമ്മത്തിൽ പ്രവാചകന് ശേഷം ഈ ഉമ്മത്തിന്റെ നേതൃത്വം നൽകേണ്ടത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനാണെന്നുള്ളതിനുള്ള ഒരുപാട് സൂചനകളിൽ ഒരു സൂചന.